തീർച്ചയായിട്ടും നമുക്ക് രണ്ട് രീതിയിലും ഒന്ന് വിദേശത്തെ എക്സാമിനേഷൻ ഇല്ല എന്നൊന്നും ഒരിക്കലും ഇന്ത്യയെ പറഞ്ഞിട്ടില്ല. എല്ലാ സാഹചര്യങ്ങളിലും വിദേശത്ത് എക്സാമിനേഷൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പം എക്സാമിനേഷൻ തീർച്ചയായിട്ടും നടക്കും. നമുക്ക് എക്സാമിനേഷന് വേണ്ടിയിട്ട് എക്സാം സെൻറ്റർ മാറ്റണം, അങ്ങനെയുണ്ടെങ്കിൽ ഒരവസരം കൂടി ഇന്ത്യയിൽ തരും. അത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനനുസരിച്ച് എക്സാമിനേഷൻ എവിടെയൊക്കെയുണ്ട്, ഏത് ദിവസമാണ് നടത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് തീർച്ചയായിട്ടും അതിനൊരു എക്സാമിനേഷൻ ഒരിക്കൽ കൂടി അതിൻ്റെ സെൻറ്റർ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളൊരു അവസരം തരും. ഈ യുദ്ധസമാന സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നൊരു കുട്ടിയാണ്, കേരളത്തിൽ +1 +2 പഠിക്കുന്നതായിരിക്കും, അല്ല റിപ്പീറ്റ് ചെയ്യുന്നൊരു കുട്ടിക്കായിരിക്കാം വിദേശത്ത് എക്സാം സെൻറ്റർ വെച്ച്, പക്ഷേ അങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഇല്ല. ഇവിടെ തന്നെ എഴുതണമെങ്കിൽ കേരളത്തിലോട്ട് എക്സാം സെൻറ്റർ മാറ്റാനായിട്ട് നമുക്കറിയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലാണെങ്കിലും ചാനലുകളിലാണെങ്കിലും മറ്റ് മാധ്യമങ്ങളിലൂടെ ഒക്കെ ആണെങ്കിലും നമുക്ക് അത്രത്തോളം നല്ല വാർത്തകളായിരിക്കില്ല വരുന്നത്. അപ്പം നമ്മുടെ ശ്രദ്ധയൊന്നും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയങ്ങളാണ് ഒത്തിരി നമുക്ക് നഷ്ടപ്പെടുന്നത്. കാരണം പരീക്ഷ കൃത്യസമയത്ത് തന്നെ നടക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പണ്ട് തൊട്ട് നമ്മൾ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് ബുള്ളറ്റിൻ്റെ ആ മാനേജ്മെൻറ്റിൽ എടുക്കുന്ന ആ ഒരു ക്വിക്ക് ഡിസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും, ഇപ്പം കോവിഡിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. കാരണം ഒരു മാറ്റത്തിനനുസരിച്ച് ഒരു തീരുമാനമെടുക്കാനായിട്ട് ഏറ്റവും കഴിവുള്ളവരാണ് ബുള്ളറ്റ് മാനേജ്മെൻറ്റ് ടീം എന്ന് പറയുന്നത്. ഹായ്, യുദ്ധസമാനമായൊരു സാഹചര്യത്തിലൂടെയാണ് ലോകം മുഴുവൻ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബെർലിനെ സംബന്ധിച്ചിടത്തോളം ബെർലിനിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്, മാതാപിതാക്കളുണ്ട്. അവരിലൊരു വലിയ ശതമാനമൊക്കെ അബ്രോഡൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ വരുന്ന നീറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിലും മാതാപിതാക്കളിലും ഒക്കെ ഉടലെടുക്കുന്നുണ്ട്. ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ പുറത്തു നിന്നും കേൾക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കൃത്യത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ശിവൻ സാറ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാർ, ഒരുപാട് മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രവാസികളായിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും നമുക്ക് കാണാം. ഒന്ന് +1 +2 നമ്മുടെ കേരളത്തിൽ പഠിച്ചുകൊണ്ട് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകളിൽ അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ബാച്ചുകളിൽ നമ്മുടെ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷിതാക്കൾ വിദേശത്താണ്. മറ്റൊന്ന് നമ്മുടെ ഓൺലൈനായിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അവർ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദേശത്താണ്. ഈ രണ്ട് കൂട്ടർക്കും ഉള്ള ഒരു സമാന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം 2026 മെയ് 3 നീറ്റ് എക്സാമിന് 50 ദിവസത്തോളം മാത്രമേ ഉള്ളൂ. ഈ മുമ്പ് പറഞ്ഞ ആ സാഹചര്യം ഇപ്പോഴും ഗൾഫ് മേഖലയിൽ, പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ മേഖലയിലെല്ലാം തുടരുകയാണ്. കാരണം വിമാനങ്ങളൊന്നും ഫ്ലൈറ്റൊന്നും ചാർട്ട് ചെയ്തിട്ടില്ല. ബോർഡ് എക്സാം പോലും മാറ്റിവെക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പം എങ്ങനെയാണ് ഈ സാഹചര്യത്തെ സമീപിക്കേണ്ടതെന്നുള്ളത് എല്ലാവരും ആശങ്കാകുലരാണ്. നമുക്കൊട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും ആവില്ല. എന്ന് തീരും, എന്നായിരിക്കും ഇതിന് ഒരു സമാധാനം ഉണ്ടാവുക, ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് മാറുമോ എന്നൊന്നും നമുക്ക് പറയാവുന്ന സാഹചര്യമല്ല. അപ്പം നമുക്ക് മുമ്പിലുള്ളത് ഇതിനു മുമ്പ് സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും NTA-യും ഏതൊക്കെ നടപടികളാണ് കൈക്കൊണ്ടത്, അത് എത്രത്തോളം ആശ്വാസകരമാണ് നമ്മുടെ വിദേശ മലയാളികൾക്കും എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്ന് ഒരു അന്ന് പറയാനായിട്ട് മാത്രമാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പം നീറ്റിൻ്റെ വെബ്സൈറ്റിൽ, NTA-യുടെ വെബ്സൈറ്റിൽ നമ്മുടെ സെൻറ്റർ ചേഞ്ച് ഒക്കെ നടക്കുന്ന സമയമാണ്, ഒരു കറക്ഷൻ വിൻഡോ വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ധാരാളം രക്ഷിതാക്കളാണ് നമ്മളോട് ചോദിക്കുന്നത്. കാരണം അവർ വിദേശത്താണ് എക്സാമിനേഷൻ സെൻറ്റർ വെച്ചിരിക്കുന്നത്. വിദേശത്ത് എക്സാമിനേഷൻ നടക്കുമോ, ഇവിടുന്ന് കുട്ടികൾക്ക് അങ്ങോട്ട് വരാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കും. അപ്പം ഈ യുദ്ധസമാന സാഹചര്യം കണ്ടുകൊണ്ട് 12, 13, 14 തീയതികളിൽ മാറ്റേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും അധികം നമ്മുടെ രക്ഷിതാക്കൾ ചോദിക്കുന്നൊരു ചോദ്യം, അല്ലേ, ഈ ഒരു സാഹചര്യത്തിൽ. സാർ, അപ്പോൾ ഇത്തരത്തിൽ ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപും ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയങ്ങളിലൊക്കെ NTA-യുടെ സമീപനമൊക്കെ എത്രത്തോളമായിരുന്നു, എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമുക്ക് രണ്ട് രീതിയിലും, ഒന്ന് വിദേശത്തെ എക്സാമിനേഷൻ ഇല്ല എന്നൊന്നും ഒരിക്കലും NTA പറഞ്ഞിട്ടില്ല. എല്ലാ സാഹചര്യങ്ങളിലും വിദേശത്ത് എക്സാമിനേഷൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പം എക്സാമിനേഷൻ തീർച്ചയായിട്ടും നടക്കും. മുൻപ് കോവിഡിൻ്റെ സാഹചര്യം ഇതിനേക്കാളും ഒക്കെ എത്രയോ രൂക്ഷമായിരുന്നു. ലോകം മുഴുവൻ അടഞ്ഞു കിടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് യുദ്ധഭീതിയുള്ള സമയമുണ്ടായിരുന്നു. അപ്പം ഈ സമയത്തൊക്കെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറ്റവും തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റു പല അവസരങ്ങളും NTA കൊടുത്തിരുന്നു. അപ്പം ഈ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇപ്പോഴല്ല ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഈ സാഹചര്യം തുടരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിനേഷന് വേണ്ടിയിട്ട് എക്സാം സെൻറ്റർ മാറ്റണം,
അങ്ങനെ ഉണ്ടെങ്കിൽ ഒരവസരം കൂടി NTA തരും. അത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനനുസരിച്ച് എക്സാമിനേഷൻ എവിടെയൊക്കെയുണ്ട്, ഏത് ദിവസമാണ് നടത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് തീർച്ചയായിട്ടും അതിനൊരു എക്സാമിനേഷൻ ഒരിക്കൽ കൂടി അതിൻ്റെ സെൻറ്റർ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളൊരു അവസരം തരും ഈ യുദ്ധസമാന സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ. അപ്പം വിദേശത്ത് എക്സാം സെൻറ്റർ വെച്ചിരിക്കുന്നവർ ഇപ്പോൾ നമുക്ക് എക്സാമിനേഷൻ നടന്നില്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പം അങ്ങോട്ട് മാറ്റേണ്ടതായിട്ടോ ഈ ദിവസങ്ങളിലില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ എക്സാം കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു സാഹചര്യത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ മാറണമെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. യുദ്ധസമാന സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മാറ്റം അനിവാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും NTA അതിനു വേണ്ടിയിട്ട് ഒരു അവസരം കൂടി തരും. ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നൊരു കുട്ടിയാണ്, കേരളത്തിൽ +1 +2 പഠിക്കുന്നതായിരിക്കും, അല്ല റിപ്പീറ്റ് ചെയ്യുന്നൊരു കുട്ടിക്കായിരിക്കാം വിദേശത്ത് എക്സാം സെൻറ്റർ വെച്ച്, പക്ഷേ അങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഇല്ല. ഇവിടെ തന്നെ എഴുതണമെങ്കിൽ കേരളത്തിലൂടെ എക്സാം സെൻറ്റർ മാറ്റാനായിട്ട് അവർക്കൊരു അനുവാദം കിട്ടും. തിരിച്ചും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന കുട്ടിയാണ്, എക്സാമിനേഷൻ സെൻറ്റർ കേരളമാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ ഇങ്ങോട്ട് വരാനായിട്ടൊരു നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് അവിടെ തന്നെ എക്സാമിനേഷൻ എഴുതാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഈയൊരു യുദ്ധസമാന സാഹചര്യം പ്രമാണിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്ററിനെ നോക്കി കാണേണ്ടതില്ല ഒരു പരിധിവരെ. ഇനി അതല്ല, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇപ്പം തന്നെ തീരുമാനിക്കുക, ഇനി എന്തൊക്കെ സാഹചര്യം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇന്നിടത്ത് പരീക്ഷ എഴുതിയാൽ മതി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്യാം. ഈ അവസരം ഉപയോഗിക്കേണ്ട എന്നുള്ളതല്ല, നിങ്ങൾ പാനിക് ആവേണ്ട അവസ്ഥയില്ല. അത് മാത്രമാണ് നമ്മൾ ഇപ്പം ഉദ്ദേശിക്കുന്നത്. അത് എക്സാമിനേഷനെയോ അതിനുള്ള യാത്രയോ ഒന്നും ഒരു തരത്തിലും വിദേശ മലയാളികൾ നമ്മുടെ കുട്ടികളാണെങ്കിലും പാനിക് ആവേണ്ട അവസ്ഥയില്ല. കൃത്യമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെയും NTA ഡയറക്ഷൻസ് അതിനായിട്ടുണ്ടാവും. ആ ഡയറക്ഷൻസിനനുസരിച്ച് തന്നെ നമുക്ക് മെയ് 3-ാം തീയതിയുള്ള എക്സാം എഴുതാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ആദ്യമായിട്ട് അറിയിക്കാനായിട്ടുള്ളത്. സാർ ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ കുട്ടികളെ എങ്ങനെ കരുതലോടുകൂടി അവർക്ക് എക്സാം എഴുതാമെന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്, മുൻകാല സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി കറക്റ്റായിട്ടുള്ളൊരു നിർദ്ദേശം NTA ഭാഗത്തുനിന്ന് ഉണ്ടാവും. യെസ് സാർ. അപ്പോൾ ഇനി ബെർലിനിലെ ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അത് ബെർലിനിൽ ഒരു കുട്ടി പഠിക്കുന്നു, ആ കുട്ടിയുടെ നമ്മുടെ ക്യാമ്പസിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം, അതെ, ആ കുട്ടിയുടെ പേരൻസ് ഒക്കെ ഒരു പക്ഷേ വിദേശത്താണ്, പ്രവാസികളാണ്. അപ്പോൾ അവരൊക്കെ ഈ ഒരു നീറ്റ് എക്സാം ആവുന്നൊരു സമയത്ത് നാട്ടിലേക്ക് വന്ന് കുട്ടിയെ കൊണ്ട് എക്സാം സെൻറ്ററിലേക്ക് പോകാമെന്നുള്ളതൊക്കെയായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ ഈ ഒരു സാഹചര്യം ഉടലെടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ടെൻഷനൊക്കെയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ബെർലിൻ്റെ എങ്ങനെയായിരിക്കും വിദ്യാർത്ഥികളെ പോസിറ്റീവായിട്ട് എക്സാം ഹാളിലേക്ക് എത്തിക്കുക? തീർച്ചയായിട്ടും നമ്മളതിനകത്ത് വളരെ മുൻകരുതലോടുകൂടി തന്നെയാണ് എല്ലാ വർഷങ്ങളിലും തന്നെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഏത് ക്യാമ്പസുകളിലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിലും അവരുടെ ഓരോ ജില്ലയിൽ ഓരോ സ്കൂളുകളാണല്ലോ എക്സാം സെൻ്ററായിട്ട് അനുവദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ എക്സാം സെൻ്ററിലോട്ടുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്ന കാര്യത്തിലും തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിലോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടാവും. അതിന് നമ്മുടെ ഒരു ക്ലാസ് ടീച്ചറോ നമ്മുടെ സ്റ്റാഫുകൾ തന്നെ നമ്മുടെ വണ്ടികളിൽ പോയിട്ട് വേണ്ട ആഹാരവും എല്ലാ കാര്യങ്ങളും കരുതലോടുകൂടി ചെയ്തിട്ട് തന്നെ നമ്മൾ എക്സാം സെൻറ്ററിൽ എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിൽ എത്തിക്കുന്ന കാര്യത്തിലൊക്കെ കൃത്യമായിട്ടും ബ്രില്യൻറ്റിൻ്റെ എല്ലാ സെൻറ്ററുകളിലും അതിനുള്ള കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ കാര്യത്തിലും പേരൻസിന് ഒരു തരത്തിലും ഒരു ആശങ്കയുടെ ആവശ്യമില്ല. ഞങ്ങളുടെ ഏത് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും മെയ് 3-ാം തീയതി ഇവിടെ പേരൻസിന് വരാൻ സാധിക്കാത്തൊരു സാഹചര്യമാണെങ്കിലും കേരളത്തിലെ എക്സാം സെൻറ്ററുകളിൽ എത്തിക്കുന്ന കാര്യത്തിലും യാതൊരു തരത്തിലും പേടിക്കേണ്ടതായിട്ടില്ല. അതിനുള്ള കൃത്യമായ ഗതാഗത സംവിധാനങ്ങളൊക്കെ യാത്രാ സൗകര്യങ്ങളൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും മെയ് 3-ാം തീയതി നടക്കുന്ന ഒരു എക്സാമിന് അതെവിടെയാണെങ്കിലും മറ്റൊരു ഭയാശങ്കകളൊന്നുമില്ലാതെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കുന്നതാണ്. സാർ, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ സമയമാണ്, കുട്ടികളൊക്കെ ചെറിയൊരു ആശങ്കപ്പെടാറുണ്ടായിരിക്കാം മേ ബി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുട്ടികൾ ഇതിനെങ്ങനെയായിരിക്കണം നോക്കി കാണേണ്ടത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, നമുക്കിനി കൃത്യമായിട്ട് മെയ് 3-ാം തീയതിക്ക് 50 ദിവസം സമയമേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ബോർഡ് എക്സാമിന് ശേഷം ഒരു വർഷം നമ്മുടെ ക്യാമ്പസിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഓൺലൈനായിട്ട് ലോകത്തെമ്പാടും അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സമയം തന്നെയാണ് ഇത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രദ്ധ ഒരു കാരണവശാലും മാറാനായിട്ട് അനുവദിക്കരുത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയകളാണെങ്കിലും ചാനലുകളിലാണെങ്കിലും മറ്റു മാധ്യമങ്ങളിലൂടെ ഒക്കെ ആണെങ്കിലും നമുക്ക് അത്രത്തോളവും നല്ല വാർത്തകളായിരിക്കില്ല വരുന്നത്. അപ്പം നമ്മുടെ ശ്രദ്ധയൊന്നും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സമയങ്ങളാണ് ഒത്തിരി നമുക്ക് നഷ്ടപ്പെടുന്നത്. കാരണം പരീക്ഷ കൃത്യസമയത്ത് തന്നെ നടക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പം പരീക്ഷ എഴുതാനുള്ള സാഹചര്യവും പരീക്ഷയും ഒക്കെ കൃത്യമായിട്ട് തന്നെ നടക്കും. അപ്പം നമ്മളുടെ സമയം ഭയങ്കര വിലപ്പെട്ടതാണ് ഈ 50 ദിവസം എന്ന് പറയുന്നത്. അത് ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടി ഏറ്റവും നല്ല ചിട്ടയായ പരിശീലനത്തിലൂടെ തന്നെ നമ്മൾ കടന്നു പോകണം.
കാരണം ഇനി കൂടുതൽ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ ചെയ്യുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. നമ്മുടെ മോഡൽ എക്സാം കമ്പൈൻഡ് യൂണിറ്റ് വരെ തീരുന്ന സമയമാണ്. ഫുൾ മോഡലിലോട്ട് നമ്മൾ കിടക്കുകയാണ്. അപ്പം ധാരാളം ഒരു ദിവസം തന്നെ നമ്മൾ 500, 600, 700, 800 അല്ലെ 1000-നടുത്ത് ക്വസ്റ്റ്യനുകൾ ചെയ്യേണ്ട ഒരു ദിവസത്തിലേക്ക് വരികയാണ്. അപ്പോൾ അത് ആ ഒരു രീതിയിലോട്ട് തന്നെ വിദ്യാർത്ഥികൾ എക്സാമിനെ നോക്കിക്കാണണം. കൃത്യമായിട്ട് ഷെഡ്യൂളിനനുസരിച്ച്, മുൻ ഷെഡ്യൂളുകൾ അനുസരിച്ച് തന്നെ നമ്മുടെ മോഡൽ എക്സാമുകളെല്ലാം നടക്കും. പരീക്ഷയും തീർച്ചയായിട്ടും അതനുസരിച്ച് നടക്കും. അപ്പം ഒരു കാരണവശാലും മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, വിദ്യാർത്ഥികളെ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പാനിക് സിറ്റുവേഷൻ അവർക്കുണ്ടാകേണ്ട കാര്യമില്ല. എവിടെയാണെങ്കിലും, വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അവരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയത്തിലോട്ടാണെന്ന് മാത്രമേ ഈ സമയത്ത് നമുക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൂ. കാരണം പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പുകൾക്കോ ഒന്നും ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ NTA ഭാഗത്തുനിന്നൊന്നും ഒരു മുടക്കം ഉണ്ടാവില്ല. അതൊക്കെ കൃത്യമായിട്ട് ഇന്റേണലി അത് നടക്കും. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സമയം തന്നെയാണ് ഈ 50 ദിവസങ്ങൾ. സർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സാം സെന്ററുകളൊക്കെ ഫൈനൽ ചെയ്യുന്ന ഒരു സമയമായിരുന്നു മാതാപിതാക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഈ ഒരു ദുബായിലെയൊക്കെ അല്ലെങ്കിൽ വിദേശത്തെയൊക്കെ എക്സാം സെന്ററുകൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്? അതൊക്കെ ഒരു ഗവൺമെന്റ് തലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. കാരണം അറിയാലോ, സ്കൂളുകളൊക്കെ തന്നെയാണ് അവിടെയും എക്സാം സെന്ററുകളായിട്ട് വരിക. കാരണം ഇപ്പോഴത്തെ നമുക്ക് ഈ ആഴ്ചയിൽ അല്ലെ ഇന്നത്തെ കണ്ടീഷൻ അനുസരിച്ച് നമുക്കറിയാം ഓൾമോസ്റ്റ് സ്കൂളുകൾ അവിടെ അവധിയാണ്. അവരുടെ വെക്കേഷൻ സമയമാണ്. നമുക്ക് എയർപോർട്ടുകളൊന്നും തന്നെ മുഴുവനായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ടുള്ള ഒരു സമയമല്ല. പക്ഷേ ഒരു നെഗറ്റീവും ഇല്ല. കാരണം ഇത് ഇനി 50 ദിവസം നമുക്ക് കിടക്കുന്നു. അപ്പം വിദേശത്തെ എക്സാം സെൻ്ററുകളെല്ലാം തന്നെ നമുക്ക് റീസെൻ്റായിട്ട് അങ്ങനെ തന്നെ പ്രത്യാശിക്കാം. കൃത്യസമയത്ത് തുറക്കുകയും, കാരണം ഏപ്രിൽ 1 ആകുമ്പോൾ അവിടെ സ്കൂൾ തുറക്കുന്ന സമയമാണ്. അപ്പം അതനുസരിച്ചായിരിക്കും NTA തീരുമാനം എടുക്കുന്നത്. അവിടുത്തെ സ്കൂളുകൾ ഓപ്പൺ ചെയ്യുകയും അവിടുത്തെ അധ്യയനം തുടങ്ങുകയും അതെല്ലാം വളരെ നോർമലായിട്ട് പോവുകയാണെങ്കിൽ അതനുസരിച്ച് തന്നെ ആയിരിക്കും NTA കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ തീരുമാനം എടുക്കുന്നത്. പക്ഷേ അതിനൊക്കെ അവരുടേതായ സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് ആ രീതിയിൽ തന്നെ വിദേശത്തെ എക്സാമുകളെല്ലാം നടക്കും. എക്സാം സെൻ്ററുകൾക്കൊന്നും മാറ്റങ്ങൾ ഉണ്ടാവുകയോ ഇനി ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു സെൻറ്ററിൽ ആൾക്കാരില്ലെങ്കിൽ, വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടുന്ന് മാറ്റുകയൊക്കെ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വിദേശ രാജ്യങ്ങളിലും എക്സാമുകൾ കൃത്യസമയത്ത് തന്നെ നടക്കും. അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലും ആശങ്ക വേണ്ട. എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ നേരത്തെ തന്നെ നമ്മളെ അറിയിക്കുകയും, കാരണം ഫ്ലൈറ്റ് എടുത്ത് കുട്ടികൾക്ക് മാറേണ്ടതല്ലേ, നാട്ടിലോട്ടൊക്കെ വരേണ്ടതല്ലേ, വളരെ നേരത്തെ തന്നെ NTA അറിയിക്കുകയും അതിന് വേണ്ടിയിട്ട് നമ്മുടെ സാഹചര്യം കേന്ദ്ര ഗവൺമെൻറ് NTA ഒരുക്കുകയും ചെയ്യും. ഈവൻ ഫ്ലൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എക്സാം സെൻ്ററിൻ്റെ കാര്യത്തിലാണെങ്കിലും കൃത്യമായ അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതാനുള്ള സാഹചര്യം അത് അവരുടെ ഉത്തരവാദിത്തമാണ്. കൃത്യമായിട്ടും അത് അവരത് പാലിക്കുകയും ചെയ്യും. അപ്പം ആ കാര്യത്തിലൊന്നും ഇപ്പം ഒരു തീരുമാനം എടുക്കേണ്ട സമയമല്ല. സാർ, ഇപ്പോൾ യുദ്ധം സാർ പറഞ്ഞ പോലെ പശ്ചിമേഷ്യയിലാണെങ്കിലും ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ രണ്ട് രീതിയിലും നമ്മുടെ ഏറ്റവും അധികം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ആ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. ആ അർത്ഥത്തിലും നമുക്ക് നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് തന്നെയാണ്. പിന്നെ അതിൻ്റെ കെടുതികൾ, അതിൻ്റെ ആ സാഹചര്യം മൂലം ഉണ്ടായിരിക്കുന്ന മറ്റ് നാശനഷ്ടങ്ങളും, നമ്മുടെ ഇപ്പം ഗ്യാസ് ആണെങ്കിലും അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണെങ്കിലും ഒക്കെ അതിൻ്റെ കെടുതികൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. സാർ, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ബെർലിനെ സംബന്ധിച്ചിടത്തോളം ബെർലിനിൽ 10,000-കണക്കിലധികം വിദ്യാർത്ഥികളുള്ള ഒരു സ്ഥാപനമാണ്. ഒരുപാട് മാതാപിതാക്കൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇത്തരം ഒരു പ്രധാനപ്പെട്ട ഒരു സമയവുമാണ്. അപ്പോൾ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് അറിയാം, മാതാപിതാക്കളുടെ ഒരു പ്രധാന കൺസേൺ ആണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു ഗ്യാസിൻ്റെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ബെർലിൻ്റെ എങ്ങനെയാണ് കുട്ടികളെ ഈ ഒരു കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്? പണ്ട് തൊട്ട് നമ്മൾ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് ബെർലിൻ്റെ ആ മാനേജ്മെൻറ്റിൽ എടുക്കുന്ന ആ ഒരു ക്വിക്ക് ഡിസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും, ഇപ്പം കോവിഡിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. കാരണം ഒരു മാറ്റത്തിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഏറ്റവും കഴിവുള്ളവരാണ് ബെർലിൻ മാനേജ്മെൻറ്റ് ടീം എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ തന്നെ ഇപ്പം ഗ്യാസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് മാറ്റി മറ്റ് വിറകടുപ്പുകളും മറ്റു രീതിയിലോട്ട് ഭക്ഷണം ക്രമീകരിച്ച് നമ്മളുടെ മെനു മാറ്റിക്കൊണ്ട് ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഇന്നും നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ വിദ്യാർത്ഥികളെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ആ ഒരു കൃത്യമായൊരു
ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ മാറ്റം വളരെയധികം അഡോപ്റ്റ് ചെയ്യുകയും അതനുസരിച്ച് എൻ്റയർ ഫെസിലിറ്റി ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ള എല്ലാ ഫെസിലിറ്റികളും മാറ്റി കൂടുതൽ നമ്മൾ വിറകടുപ്പുകളും അതിനനുസരിച്ചുള്ള പാചകമൊക്കെ മാറ്റിക്കൊണ്ട് എല്ലാവരെയും നമുക്ക് ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പം നോയമ്പെടുക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസിലുണ്ട്. അതിനുപോലും ഒരു കുഴപ്പം വരാതെ, കാരണം അതിരാവിലെ നമ്മൾ ഭക്ഷണം എത്തിക്കേണ്ടതായിട്ടുണ്ട്, താമസിച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ഇതിനെല്ലാം ആ ഒരു സമയക്ലിപ്തത പോലും ഒരു മാറ്റവും വരുത്താതെ നമ്മുടെ എല്ലാ ക്യാമ്പസുകളിലും ചെയ്യാനായിട്ട് സാധിച്ചു. അത് അവരുടെ ഒരു ആ ക്വിക്ക് ഡിസിഷൻ എടുക്കാനുള്ളൊരു കഴിവാണ്. നമുക്കത് ഇപ്പം പേരൻസ് വിദേശത്തുള്ളവരാണെങ്കിലും ഒരു കാര്യത്തിലൊരു ആശങ്ക വേണ്ട. നമ്മുടെ എല്ലാ ക്യാമ്പസുകളിലും നമ്മുടെ എല്ലാ ഹോസ്റ്റലുകളിലും എല്ലാ ഫെസിലിറ്റികളും നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്കറിയാം ഇത് നമുക്ക് ഒത്തിരി നാളത്തേക്ക് ഇനി അത് എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് നമുക്കറിയില്ല. അതനുസരിച്ചാണെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുകയും കുറച്ച് പേരൊക്കെ ഇനി വീട്ടിലോട്ട് പോകണം, അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. നിലവിൽ നമ്മുടെ ക്യാമ്പസുകളും നമ്മുടെ ഇതെല്ലാം നമ്മൾ വളരെ ഭദ്രമാണ്. ഇന്നലെ വരെകളിൽ എങ്ങനെയാണോ അതനുസരിച്ച് തന്നെ നമ്മുടെ ക്യാൻറ്റീനും ഹോസ്റ്റലുകളും എല്ലാം പ്രവർത്തിക്കുന്നു. സാർ, ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും വിദേശത്തുള്ളവരൊക്കെ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ട്. അപ്പോൾ അവർക്കായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരും ഗൾഫ് മേഖലയിലുള്ളവർ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ലോകത്തെമ്പാടും നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അവർ കാണുമ്പോൾ പറയുന്നൊരു കാര്യം, ഈ ഒരു മേഖലയെ പരിചയപ്പെടുകയും ഇതിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പം ഏറ്റവും നമുക്ക് നമ്മളെ കാണുകയും കേൾക്കുകയും അതനുസരിച്ച് ചെയ്യാനും കഴിയുന്നത് മലയാളികൾക്കാണെന്ന് എപ്പോഴും തോന്നാറുണ്ട്. അതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പേരൻസിനൊക്കെ ഇവിടെ വന്ന് നമ്മളെ കാണാനുള്ള അവസരമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട്, വിദേശത്തുള്ള ഒരുപാട് മലയാളികളോട് ശിവൻ സാർ നൽകാനുള്ളൊരു സന്ദേശം എന്താണ്? അതല്ല, നമുക്ക് പ്രാർത്ഥനകൾ മാത്രം. കാരണം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിലോട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ എത്തിക്കാനായിട്ട് സാധിക്കട്ടെ. ആരോഗ്യത്തോടെ ഇരിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക. നിങ്ങളുടെ എത്രയും പെട്ടെന്ന് ജോലി സ്ഥലത്തേക്ക് എത്താനും സ്കൂളുകളിലോട്ടൊക്കെ എത്താനായിട്ട് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം നമുക്കൊരു ഉറപ്പ് തരാനായിട്ട് കഴിയുന്നത്, എന്താവശ്യത്തിനാണെങ്കിലും, അത് പേരൻസിനാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും, ഞങ്ങളുടെ ഏതൊരു സിസ്റ്റത്തിനെയും, അത് ഡയറക്ടേഴ്സിനെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സിനെ, ക്ലാസ് ടീച്ചേഴ്സിനെ, ഫാക്കൽറ്റീസിനെ, ഞങ്ങളെപ്പോലെയുള്ളവരെ, നിങ്ങൾക്ക് എന്ത് സാഹചര്യമാണെങ്കിലും, ഞാൻ മുമ്പ് പറഞ്ഞു, നമുക്കൊരു എക്സാമിന് പോകുന്ന കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഒരു എക്സാം സെൻറ്ററിൻ്റെ ചേഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള അഡ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിൽ, സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഈവൻ ഒരു ഫോട്ടോ എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. ചില കുട്ടികൾക്ക് ചോദിക്കാൻ മടിയായിരിക്കും. കാരണം ഇനിയിപ്പം പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ എടുക്കണം. അപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും ധൈര്യമായിട്ട് ഞങ്ങൾ ആരെയും നിങ്ങൾ സമീപിക്കുക. ഫോണിലൂടെ ആണെങ്കിൽ അങ്ങനെ, നേരിട്ടാണെങ്കിൽ അങ്ങനെ. എൻ്റയർ ബ്രില്യൻറ്റിൻ്റെ ഫെസിലിറ്റീസിനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാൻ, നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് മാത്രമേ അഭ്യർത്ഥനയുള്ളൂ. കാരണം പരീക്ഷാ ഹാളിലേക്ക് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങളുടെ എൻ്റയർ സിസ്റ്റം നിങ്ങളുടെ കൂടെ ഉണ്ട്. എപ്പോഴും പരീക്ഷ കഴിയുന്നതിനും വരെയല്ല, പരീക്ഷ കഴിഞ്ഞിട്ടുള്ള അഡ്മിഷൻ സമയത്തൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇപ്പം നിൽക്കുന്ന ഈ ഒരു സാഹചര്യം, ഈ ഒരു യുദ്ധസമാന സാഹചര്യം എത്രയും പെട്ടെന്ന് മാറി നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും പരസ്പര സ്നേഹത്തോടു കൂടിയൊക്കെ കഴിയാനുള്ള ഒരു അവസരം നമുക്ക് പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാം. അപ്പം മെയ് 3-ാം തീയതി നീറ്റ് എക്സാമിന് ഇനിയൊരു നിങ്ങൾക്കൊരു എക്സാം സെൻറ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇനിയും അവസരങ്ങൾ ഉണ്ടാവും. ആ സമയമൊക്കെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ ആരെയാണെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം. അത് ഞങ്ങൾ തരുന്ന ഒരു ഉറപ്പാണ്. അത് അത്രമാത്രമാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് നമുക്ക് ഉറപ്പായിട്ട് പറയാനായിട്ടുള്ളത്. യെസ്, അപ്പോൾ ശിവൻ സാറ് പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ യഥാക്രമം കേരളമെമ്പാടും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ നമ്മൾ അറിയിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ബെർലിനിൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ഇവിടെ ഏൽപ്പിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടത് അതെല്ലാം, അഡ്മിറ്റ് കാർഡ് ആവാം, അഡ്മിറ്റ് കാർഡിൻ്റെ ഫില്ല് ചെയ്യുന്ന കാര്യത്തിലാവാം, പരീക്ഷ സെൻറ്ററിൽ പോകുന്ന കാര്യത്തിലാവാം, എല്ലാത്തിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഇടപെടലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. യെസ്, അപ്പോൾ ആ ഒരു ഉറപ്പാണ് ബെർലിനിൻ്റെ എക്കാലത്തെയും ശക്തിയും റിസൾട്ടും എല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും ലോകമെമ്പാടും ഇരിക്കുന്ന മലയാളി പ്രേക്ഷകരാണ് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സാഹചര്യത്തെ പ്രാർത്ഥനയോടുകൂടി തന്നെ നേരിടുക. എല്ലാം ശുഭമായി തന്നെ സംഭവിക്കുമെന്ന പ്രതീക്ഷയോടെ ടീം ബെർലിൻ. താങ്ക് യു.
Brilliant Study Center, India's #1 coaching center for NEET and JEE.